ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദുരന്തറിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. അതെന്താ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിസ്റ്റേക്സ് യു പ്രോബബ്ലി ഡിഡ്ന്റ് നോട്ടീസ് ഇൻ ദുരന്തർ. സി, ഞാൻ ഇപ്പോഴാണ് ദുരന്തർ കാണുന്നത്. ദുരന്തർ ഈസ് എ റിയലി ഗുഡ് മൂവി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ വളരെ എവിഡന്റ് ആയിട്ടുള്ള പല മിസ്റ്റേക്സും ദുരന്തറിലുണ്ട്. അത് ആക്ച്വലി പ്രേക്ഷകൻ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടേക്ക് അത് സംഭവം വരും. ഇതെന്താ ഇങ്ങനെയെന്നുള്ള ആ ഒരു ചോദ്യം വരും. പെട്ടെന്ന് നമ്മൾ ആ ഒരു റിയാലിറ്റിയുമായിട്ട് നമ്മളത് കണക്ട് ചെയ്യും. നമ്മളൊരു സിനിമയിൽ എന്താ പറയുക, മുഴുകി ആ സിനിമ ആസ്വദിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങൾ വരുന്നത്തേക്കും അതും ഭയങ്കര ഓബിയസ് ആൻഡ് എവിഡന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഞാനിത് ഈ വീഡിയോ ഒന്നും ആയിട്ട് പറയാൻ പോകുന്നില്ല. ആസ് എ കാർ ലവർ, നമ്മുടെ ചാനലിൽ കാറിന്റെ എല്ലാം കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോട്ടീസ് ചെയ്ത് പോകും. കാർ ഗൈസ് എന്തായാലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ള കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ സിനിമ തുടങ്ങി ഏതാനും കുറച്ച് എനിക്കൊന്ന് 10-20 മിനിറ്റ് ആയ സമയത്ത് തന്നെ അതിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ബെൻസ് കാണിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd ജനറേഷൻ ബെൻസ് BLE ആണ്. ആ വണ്ടി റിലീസ് ചെയ്തിരിക്കുന്നത് 2011-ലാണ്. പക്ഷെ ആ സീന് സംഭവം, ആ ഒരു ആക്ച്വൽ ഇവന്റ് അതിൽ കാണിക്കുന്നത് 2004-ലോ മറ്റാണ്. അതിലെ കാർ ഗൈസിന് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതിലും മികച്ച ഏറ്റവും വലിയ കോമഡി വേറൊരു സംഭവം ഇരിക്കുന്നുണ്ട്. അത് ഏതൊരാൾക്ക് അത്യാവശ്യം കാറിനെ കൊണ്ട് എന്തെങ്കിലും ബോധമുള്ള ഒരാൾക്ക്, കാർസിനെ കൊണ്ട് ഓട്ടോമൊബൈലിനെ കൊണ്ട് ബോധമുള്ള ഒരാൾക്ക് എവിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ഏറ്റവും അവസാനം വരാം. പിന്നീടുള്ള ഈ സീനിൽ കാണിക്കുന്ന ഫോട്ടോ, ഇതേതാ വണ്ടി എന്നായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ടാറ്റ സിനോനാണ്. ടാറ്റ ഒരിക്കലും പാകിസ്ഥാനിൽ വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ടാറ്റയുടെ വണ്ടി അവിടെ വരുന്നത്? ഇതെല്ലാം ഡയറക്ടർ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എവിഡന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ആടെ സംഭവം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസർച്ച് പോയിട്ടില്ല, അല്ലെങ്കിൽ അതിനൊന്നും ടൈം പോയിട്ടില്ല എന്നുള്ള ഒരു സംഭവമാണ് ഇതെല്ലാം തെളിയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും വലിയ സംഭവം, ആ മൂന്നാമത് ഈ കാണിക്കുന്ന ഈ സീനിൽ കുറെ സംഭവം കാണുന്നുണ്ട്. ആ ഒരു പൊളിറ്റിക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ സ്പീച്ച് കാണിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാറ്റേന്റെ ആംബുലൻസ് ആണ് ബാക്കിൽ കിടക്കുന്നത്. പിന്നെ 2015 ഇസൂസു, അത് വേറെ കോമഡി. അതിന്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ 2009 ബെൻസ്, പിന്നെ ബാക്കിയുള്ള കാറുകൾ Audi Q7, BMW 5 സീരീസ്. ഇത്രയും വണ്ടി 2010 BMW 5 സീരീസ്, 2008 Q7, ഇതെല്ലാം ആടെ കാണിക്കുന്നത്. 2007 കൂടി ഇതിലായിട്ടില്ല ഈ സമയത്ത്. അത് വേറെ സംഭവം. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ കിടക്കുന്ന ആ ബെൻസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ ഉപയോഗിക്കുന്ന ബെൻസ്, നമ്മുടെ സാറ അർജുനെല്ലാം കയറിപ്പോകുന്ന ബെൻസ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ 2017 S-Class ആണ്, വിത്ത് ആംബിയന്റ് ലൈറ്റിംഗ് ഒക്കെയാണ് ഈ 2007 മുന്നേ ഉള്ള കാലഘട്ടത്തിൽ കാണിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഒരു ലോക കോമഡിയില്ല. ബാക്കി എന്തും ഞാൻ എക്സ്ക്യൂസ് ചെയ്യും. ആ ഫസ്റ്റിലുള്ള സീനിലുള്ള ബെൻസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ കാർ ഗൈസ് മാത്രമേ സ്പോട്ട് ചെയ്യാൻ പറ്റൂ ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ ഈ ഒരു സംഭവം കുറെ സംഭവത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു മണ്ടത്തരം അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡയറക്ടർ ഒന്നും ചോദിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. എടോ, ഇത് ഏത് മോഡൽ ബെൻസാണ്? നമ്മുടെ സിനിമ നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള വണ്ടികൾ മാത്രമേ ഫ്രെയിമിൽ ഉണ്ടാവാൻ പാടൂന്ന് അസിസ്റ്റൻസിന്റെ അടുത്ത് മേക്ക് ഷുവർ ചെയ്യാൻ പറഞ്ഞ് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇതൊന്നും ഇവർക്ക് അറിയില്ല. അല്ല, ഇത്രയും വലിയൊരു കാര്യം, ചെറിയ എന്തെങ്കിലും ഫോണോ എന്തെങ്കിലും ആ ഫ്രെയിമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പോന്നേക്ക് സ്വാഭാവികം. ഓൾ ആർട്ട് വിൽ ബി ഹാവിങ് സം സ്മോൾ മിസ്റ്റേക്സ്. അതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അത് ഭയങ്കര ഓവറായിരുന്നു. എസ്പെഷ്യലി 2017 ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോ ദുരന്തർ 2 വരുന്നുണ്ട്. അതിലുള്ള സംഭവങ്ങളെല്ലാം ഓൾറെഡി ആദ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നു. അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അവർക്കിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സംഭവം മനസ്സിലായിക്കോളും. അത് തന്നെ. അതിനുശേഷം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സീന്, ഈ ഓവർവ്യൂ മോൾ എന്നുള്ള ഈ ഒരു സീനിൽ ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇസൂസു ഉണ്ട്, അത് വേറെ ഐമാക്സ്. പിന്നെ അതിന്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബലീനോ, എർട്ടിക, പിന്നെ ഡിസയർ, ക്രെട്ട, ഇത്രയും വണ്ടി ഇതിൽ പെട്ടിട്ടുണ്ട്. അതൊക്കെ വൻ ഷോകാണ്. ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാനെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാണെങ്കിൽ, ഇപ്പൊ 1960 നടക്കുന്ന ഒരു സിനിമ, അതില് ഒരു സൈഡിൽ കൂടി സ്വിഫ്റ്റും അംബാസിഡറിലും സ്വിഫ്റ്റും പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ, ഒരു മാരുതി 800 അല്ലെങ്കിൽ
ഒരു വോൾസ് വാഗൺ പോളോ ഒക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതപ്പം തന്നെ അയ്യേ ഇതെന്തൊക്കെയാണ് അത് അവിടെ പോയെന്ന് പറയില്ലേ? ആ ഒരു പരാമർശം ഏതൊരു കാർ ഗൈസിന്റെ ഇടയിൽ വരും. ഇതൊന്നും കൂടാതെ വേറെ എത്രയോ മിസ്റ്റേക്സിന്റെ വീഡിയോ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇത്ര എവിഡന്റ് ആയിട്ടുള്ള ഒബിയസ് ആയിട്ടുള്ള മിസ്റ്റേക്സിന്റെ കാര്യം ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഭവം നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൻസ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഇത് റിയൽ സംഭവങ്ങളുടെ ക്ലിപ്സും കാര്യങ്ങളെല്ലാം ഇടക്കിടക്കിടെ കാണിക്കുന്നത്. ഞാൻ വളരെ സീരിയസ് നോട്ടിലാണ് ഈ സിനിമ കാണാനിരുന്നിരിക്കുന്നത്. വളരെ സീരിയസ് നോട്ടിൽ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം സിനിമ മുഴുവൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുന്ന ക്ലീഷേ ലവ് സ്റ്റോറി സീൻസ്, എസ്പെഷ്യലി ആ ബൈക്കിലുള്ള ചേസൽ എന്ന് പറഞ്ഞാൽ എന്താ ധൂമ്, ആ ധൂമിലെല്ലാം കാണുന്ന അല്ലെങ്കിൽ ഒരു പക്ക ബോളിവുഡ് മൂവിയിൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലീഷേ തൊലിയുരിപ്പിക്കുന്ന കൈൻഡ് ഓഫ് ചേസ് സീൻ. അതിന്റെ ആ ചേസ് സീനിലോട്ടേക്ക് എത്തുന്നതിന്റെ മുന്നേ ഉള്ള മാനിപ്പുലേഷൻ സീന്, പാർട്ടി സീൻസ്, അതിനുശേഷം ആക്ട്രസിന് ഇമീഡിയറ്റ്ലി തോന്നുന്ന ഇൻഫാക്ച്വേഷൻ ആർ സോ ക്ലീഷേ ആൻഡ് ബോറിംഗ്. They could have thought of something else to prepare for a scene like that, obviously. അങ്ങനത്തെ ഈ ഒരു സംഭവമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അരോചകമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു മാളിലും കോപ്പിലൊക്കെ കിടന്ന് നടക്കുന്നതൊക്കെ. തീരെ ഈ ഒരു സിനിമയ്ക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലും ടോണിലുള്ള ഒരു സിനിമ. ഈ ഒരു സിനിമ ഫുൾ ഓൺ പക്ക ഒരു ഇതായിട്ട് പോകേണ്ട ഒരു സിനിമയാണ്. ആ ഒരു സീരിയസ് നോട്ടിൽ തന്നെ. ഇപ്പോൾ ഉറിയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഉറി കണ്ടിട്ടില്ല, പക്ഷെ വളരെ നന്നായിട്ട് കേട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പുള്ളിക്കാരൻ്റെ തന്നെ മുന്നേ ഉള്ള പടം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം. അതിലും ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. പേഴ്സണലി എനിക്ക് ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ ചെയ്ത കുട്ടി മാത്രമേ അതിലൊരു വീക്കായിട്ട്, സാറാ അർജുൻ മാത്രമേ കുറച്ചൊരു വീക്കായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അക്ഷയ് ഖന്ന ഭയങ്കരമാണ്, ഏറ്റവും ബെസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അതിൽ ഏറ്റവും പടം തൂക്കിയത് രൺവീർ സിംഗും ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സഞ്ജയ് ദത്തും അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദുരന്തർ ആസ് ആൻ എക്സ്പീരിയൻസ്, വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ദ മൂവി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കമന്റ്സ് ആയിട്ടും നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യൂ. ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇറ്റ് ആൻഡ് know your opinion on it. So we'll come with another video next time. Until then, take care guys and bye bye.